നമസ്കാരം. കൊളംബോയെ കടത്തിവെട്ടിയ ക്യാപിറ്റൽ പോർട്ട് ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഒരു കത്ത് വായിച്ചുകൊണ്ട് തുടങ്ങാം. ജാനീഷ്, എന്നും ഈ നിരാശയുള്ള വർത്തമാനം കേട്ട് മടുത്തു. എന്നെങ്കിലും ഒരു സന്തോഷം തരുന്ന കാര്യം പറയുമോ? എന്നെങ്കിലുമല്ല, എല്ലാ ദിവസവും സന്തോഷം നൽകുന്ന കാര്യം പറയണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത്തരം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കണ്ടേ? ഗവൺമെന്റുകൾ അത് നൽകണ്ടേ? സാധാരണക്കാർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ സന്തോഷം സൃഷ്ടിക്കാൻ പറ്റുക? നമുക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വഴിതെറ്റിപ്പിക്കാനോ മോഹിപ്പിക്കാനോ പറ്റില്ലല്ലോ. യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് സെയിലിംഗ് കമന്ററി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് എന്തായാലും ജാനീഷിന്റെ ആഗ്രഹം ഇന്ന് നടക്കുന്നുണ്ട്. നമ്മൾ ദീർഘകാലം ആലോചിച്ചത് മാത്രമല്ല, നടപ്പിലാകുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന കാര്യം ഇപ്പോൾ എന്താണ്? കൊളംബോയെ കടത്തി വെട്ടിയ ക്യാപിറ്റൽ പോർട്ട്, എ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ അറ്റ് POC. നമ്മുടെ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഇങ്ങനെയൊന്നും പറയാൻ തോന്നുന്നില്ല. എ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ അറ്റ് POC എന്നാണ് പോർട്ട് ഓഫ് കൊളംബോ. നമ്മുടെ പോർട്ട് ഓഫ് ട്രിവാൻഡ്രത്തെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ അവർക്കൊന്നുമില്ല. എ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ അറ്റ് POC, പോർട്ട് ഓഫ് കൊളംബോ. എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? ടുഡേ മാർക്സ്, ഇന്നലത്തെ അവരുടെ കുറിപ്പാണ്. ടുഡേ മാർക്സ് എ പ്രൗഡ് മൊമെന്റ് ഫോർ ഓൾ ഓഫ് എസ് at CWIT. CWIT എന്ന് പറഞ്ഞാൽ കൊളംബോ വെസ്റ്റേൺ ഇന്റർനാഷണൽ ടെർമിനൽ, ഹാൻഡ്ലിംഗ് ഓവർ 2,57,000 TU. 2,50,000 കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്തതിന്റെ സന്തോഷത്തിൽ അവർ ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നു. റെക്കോർഡ് തന്നെയാണ് അവർ പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അത് പിന്നീടാണ് വരുന്നത്. CWIT commenced commercial operations in May 2025, making this achievement a momentous occasion for Team WCIT and Port of Colombo. WCIT ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ അദാനി ഗ്രൂപ്പ് തന്നെ ശ്രീലങ്കയിൽ ഏറ്റെടുത്ത് നടത്തുന്ന കൊളംബോ പോർട്ടാണ്. കൊളംബോയിൽ ഒരു ടെർമിനലാണ് കൊളംബോ പോർട്ട്. അവർക്ക് 5ഓളം ടെർമിനലുണ്ട്. അതിൽ ഒരു ടെർമിനലാണ് വെസ്റ്റേൺ ഇന്റർനാഷണൽ ടെർമിനൽ. അത് ഈ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു ടെർമിനലാണ്. 800 മീറ്റർ ബർത്തും 8 STS ഷിപ്പ് ടു ഷോർ ക്രെയിൻ 8 എണ്ണം. അപ്പോൾ കൃത്യം മറ്റൊരു ട്രിവാൻഡ്രം പോർട്ടാണ്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് ഒരു ധൈര്യമായിട്ട് ഒരു കമ്പാരിസണോട്ട് നമുക്ക് പോകാൻ പറ്റും. എങ്ങനെയാണ്? 100 വർഷത്തോളം പഴക്കമുണ്ട് ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിന്. 100 വർഷത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അവർക്ക്. ബ്രാൻഡ് പ്രത്യേകം മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മറ്റ് ടെർമിനലുകളിലേക്ക് നിരവധി കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു ടെർമിനൽ മാർക്കറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ള ഒരു പോർട്ടും, ഇവിടെ ഗേറ്റ് പോലും തുറക്കാത്ത ഒരു പോർട്ടുമായിട്ട്, കേവലം 1 വർഷത്തെ പരിചയം മാത്രമുള്ള ഒരു പോർട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അവരുടെ മൊമെന്റസ് ഒക്കേഷന്റെ കഥ ഇങ്ങനെയാണ്. ദി ഫാസ്റ്റസ്റ്റ് സ്കോർ ഓഫ് 2,50,000 TUs ever achieved in the port of Colombo by a terminal. അടിയറ സിമ്പൽ. കൊളംബോയിലെ 100 വർഷം അനുഭവ പരിജ്ഞാനമുള്ള കൊളംബോയിലെ ഏതെങ്കിലും ഒരു ടെർമിനൽ ആദ്യത്തെ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ആദ്യത്തെ 4 മാസം പ്രവർത്തനത്തിന്റെ, അവർ പറയുന്നത് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ്. നമ്മുടെ ഇവിടെ പറയാറുണ്ടല്ലോ ഡിസംബർ മുതലാണ് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് തുടങ്ങിയെന്ന്. അവരും കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് തുടങ്ങിയത് മെയ് മാസത്തിലെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ അക്ഷയ് ഗവേഷകൻ ഏപ്രിൽ 7-ാം തീയതി മുതലേ അവരുടെ പ്രവർത്തനം തുടങ്ങിയെന്നാണ് രേഖകൾ പറയുന്നതെന്ന് സെയിലിംഗ് കമന്ററി. അത് പോട്ടെ, ഏപ്രിൽ വിടുന്നു നമ്മൾ. അവർ പറഞ്ഞ മെയ് മാസത്തെ കണക്ക് മാത്രം എടുക്കുമ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 2,50,000 TUs. വലിയ നേട്ടമാണ്. തുടങ്ങുന്ന ഒരു പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാണ്. നമ്മുടെ നേട്ടം എന്താണ്? നമ്മളെങ്ങനെയാണ് തലസ്ഥാനത്തെ പോർട്ട് കൊളംബോ പോർട്ടിനെ കടത്തിവെട്ടി എന്ന് തുടക്കത്തിൽ പറഞ്ഞത്? നമുക്ക് ഇത് തന്നെ എടുക്കാം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, കഴിഞ്ഞ 4 മാസം കൊളംബോ 2,50,000 ഹാൻഡിൽ ചെയ്ത സ്ഥാനത്ത് നമ്മൾ
4 ലക്ഷത്തിലധികം ഹാൻഡിൽ ചെയ്തു. 4 ലക്ഷത്തിൽ അധികം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ കൊളംബോ പോർട്ട് 2.5 ലക്ഷം ഹാൻഡിൽ ചെയ്ത സ്ഥാനത്ത് TRV 4 ലക്ഷം ഹാൻഡിൽ ചെയ്യുമ്പോൾ എവിടെയാണ് മികച്ച പ്രവർത്തനം നടന്നിരിക്കുന്നത്? ഇനിയുണ്ട് പരിഗണനകൾ. അവിടെ എല്ലാ കമ്പനികൾക്കും, എല്ലാ ഷിപ്പ് ഓപ്പറേറ്റേഴ്സിനും സ്വാഗതമാണ്. നമ്മളെ പോലെ റെസ്ട്രിക്ഷൻ ഇല്ല. ഇവിടെ MSC മാത്രമല്ലേ വരുന്നുള്ളൂ. അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്, എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്നുണ്ട്. ആ ഇനത്തിൽ 2.5 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത 4 മാസത്തിനിടയ്ക്ക് നമ്മൾ 4 ലക്ഷത്തിലധികം ഈ കണക്ക് വെച്ച്, നാളിതുവരെ നടന്ന കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തതിന്റെ കണക്ക് വെച്ച് 4 ലക്ഷം പിന്നിട്ടു. അപ്പൊ യഥാർത്ഥത്തിൽ അവർ തന്നെ പറയുന്നുണ്ട്, കൊളംബോയിലെ ഒരു ടെർമിനലും ഈ ആദ്യത്തെ 4 മാസത്തിനിടയ്ക്ക് 2.5 ലക്ഷം എന്നുള്ള ഒരു കടമ്പ കടന്നിട്ടില്ല, ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടിട്ടില്ല. അപ്പോ ധൈര്യമായിട്ട് TRVക്ക് ലോകത്തോട് പറയാം, കൊളംബോയെ ഞങ്ങൾ ബീറ്റ് ചെയ്തു. 2.5 ലക്ഷവും 4 ലക്ഷവും വലിയ വ്യത്യാസമാണ്, കുതിപ്പാണ്. TRV നടത്തിയിരിക്കുന്നത് ഒരു കുതിപ്പാണ്. പക്ഷെ ഇത്തരം നല്ല വാർത്തകൾ എല്ലാ ദിവസവും നൽകണമെങ്കിൽ ആ കുതിപ്പിന്റെ പ്രയോജനം സാധാരണക്കാർക്ക് കൂടി ലഭിക്കണം, പ്രോലിറ്റേറിയൻ ക്ലാസ്സിന് കൂടി ലഭിക്കണം. അത് ലഭിക്കണമെങ്കിൽ ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറന്നാൽ ഈ 2.5യുടെ സ്ഥാനത്ത് നമ്മൾ 4 ലക്ഷം നേടിയത് 5 ലക്ഷമോ അതിനപ്പുറമോ കടന്നു പോകുമെന്നുള്ളത് ഈ TRV എതിർക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഗേറ്റ് തുറക്കരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുക്കള കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും കൊളംബോ പോർട്ടിനെ കടത്തിവെട്ടുന്ന പ്രവർത്തനമാണ് TRV നടത്തിയിരിക്കുന്നത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇത് ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്നത് മൺസൂണാണ്. കൊളംബോയ്ക്കും നമുക്കും ഒരുപോലെ മൺസൂൺ നേരിട്ട മാസങ്ങളിലാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് അവസാനം, ഇന്നലെ 31 ആയിരുന്നല്ലോ, ഞാൻ ഏറ്റവും അവസാനം നോക്കുമ്പോഴും 50 കപ്പൽ എത്തിയിട്ടുണ്ട്. 50 കപ്പൽ. ഏറ്റവും കൂടുതലുള്ളത് 52 മാർച്ച് മാസത്തിൽ 52. അപ്പൊ ഈ വർഷമുള്ളതാണ് ശരാശരി പോർട്ടിന്റെ പെർഫോമൻസ്. ജനുവരി 43, ഫെബ്രുവരി 42, മാർച്ച് 52, ഏപ്രിൽ 45, മെയ് 48, ജൂൺ 45, ഓഗസ്റ്റ് 50. 50 കടക്കാൻ ഇനിയും പ്രസന്റേഷൻ എടുക്കുമ്പോൾ കുറച്ചുകൂടി സമയമുണ്ട്. അതും കൂടി നമുക്ക് പരിശോധിക്കാം. കൂടുന്നുണ്ടെങ്കിൽ ആ വിവരം സെയിലിംഗ് കമ്പനിയുടെ ഒടുവിൽ നമുക്ക് അറിയാനും പറ്റും. എന്തായാലും അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നായ കൊളംബോയെ ആദ്യ വർഷം തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത്, സാങ്കേതികമായി ഈ പറയുന്ന ഒരു ടെർമിനലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ TRV ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ജനീഷിന് അല്പം സന്തോഷം ലഭിച്ചു കാണും എന്ന് കരുതുന്നു. ഇനി കണ്ണൂരിൽ നിന്നും ഒരു ട്രിവാൻഡ്രം ട്രക്കത്തോൺ. കൊല്ലം സ്വദേശി ഹരീഷാണ് കണ്ണൂരിലെ ഈ ചിത്രം അയച്ചത്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ പോരാ, അഴീക്കൽ പോർട്ട്. അഴീക്കൽ പോർട്ടിന്റെ പരിസരത്തുള്ള ഒരു പ്ലൈവുഡ് ഷോപ്പിന്റെ മുമ്പിലാണ് ഈ കണ്ടെയ്നർ ഹരീഷ് കണ്ടെത്തിയത്. അപ്പോൾ കുറച്ച് നമ്മൾ പതിവ് പോലെ തന്നെ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ചില വിവരങ്ങളുണ്ടല്ലോ. ചൈനയിൽ നിന്നാണ്, നിങ്ബോയിൽ നിന്നാണ് കണ്ടെയ്നർ എത്തിയത്. അപ്പോൾ പ്ലൈവുഡ് കണ്ണൂരിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് എത്രത്തോളം ചൈനയിലെ പ്ലൈവുഡ് വിൽക്കുകയാണോ, അതോ പ്ലൈവുഡ് അനുബന്ധ സാധനങ്ങൾ വല്ലതും വിൽക്കുന്നതാണോ, അതല്ലെങ്കിൽ കണ്ണൂരിലെ പ്ലൈവുഡ് ഉൽപാദനത്തിന് വേണ്ട റോ മെറ്റീരിയൽ എന്തെങ്കിലും ഇറക്കുന്നതാണോ എന്നറിയില്ല. ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം ഒന്ന് അറിയിക്കുക. എന്തായാലും നിങ്ബോയിൽ നിന്ന് ഓഗസ്റ്റ് 2-ാം തീയതി അവിടെ നിന്ന് പുറപ്പെട്ടത് 20-ാം തീയതിയാണ് കാഴ്ചവയ്പ്പുകളൊക്കെ കഴിഞ്ഞ് കൊച്ചിയിലെടുക്കുന്നത്. ഈ ദിവസം താരതമ്യേന കുറവാണ്, എന്നാൽ പോലും TRVയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ്. കാരണം ഇവിടെ നിന്ന് നിങ്ബോയിലോട്ട് ഡയറക്റ്റ് സർവീസ് ഉണ്ടായിരുന്നു. TRV നിങ്ബോ 10 ദിവസം, 10 ദിവസത്തിന്റെ സ്ഥാനത്ത് നിങ്ബോ കൊച്ചി 18 ദിവസം. അതിന് കാരണം എന്താണ്? വരുന്ന വഴിക്ക് പോർട്ട് ക്ലാൻ. അതിനേക്കാൾ ഗുരുതരമായ വിഷയം നമ്മുടെ മുമ്പിൽ കൂടി, TRVയുടെയും കൊച്ചിയുടെ മുമ്പിൽ കൂടി ആദ്യം ബോംബെയിൽ ചെല്ലുന്നു. മുംബൈയിൽ ചെന്നിട്ട് അവിടെ ഡിസ്ചാർജ് ചെയ്ത് ലോഡ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു പോർട്ട് ക്ലാങ്ങിലോട്ട് പോണ വഴിക്കാണ് കൊച്ചിയിലോട്ട് കയറുന്നത്. അപ്പോൾ എന്താണ്, കൊച്ചിയിൽ ഒരു പക്ഷേ കാർഗോ ഇറക്കാൻ കുറവായിരുന്നിരിക്കാം. അതെന്തായാലും മടക്കയാത്രയിലാണ്. അങ്ങനെയാണ് കണ്ണൂരിലെ വ്യാപാരിക്ക് അത് 18 ദിവസമായി മാറുന്നത്. ഇത് അദ്ദേഹത്തിന്റെ വ്യാപാരത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് സെയിലിംഗ് കമ്പനി ഇത് പറയുന്നത്. അവിടെ അഴീക്കലിലെ തുറമുഖമുണ്ട്, അവിടെ ഫീഡർ വെസലുകൾ വരുന്നു, ആഴം കൂട്ടുന്നു എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വാർത്തകൾ വരാറുണ്ട്. കുറച്ചു കാലം ഇവിടെ പോർട്ട് മന്ത്രിയായിരുന്നയാളുടെ നാടാണ്. അവിടെ ഇപ്പോഴും കൊച്ചിയിൽ നിന്ന് റോഡ് വഴി തന്നെയാണ് ട്രക്കിൽ കണ്ടെയ്നർ എത്തുന്നത്. ഇത് മറൈൻ മോൾ എന്ന് സെയിലിംഗ് കമ്പനി പലപ്പോഴും പറയുന്നത് കണ്ണൂരിലെ അഴീക്കൽ ഇതിനു വേണ്ടി വികസിപ്പിക്കണം
ഡയറക്റ്റായിട്ട് ഫീഡർ വെസലില് TRVയിലോട്ട് കണ്ടെയ്നർ എത്തിക്കാൻ കഴിയണം. TRVയിൽ നിന്ന് ഫീഡർ വെസലിൽ അഴീക്കലിലും എത്തിക്കാൻ കഴിയണം. കേരള മാരിടൈം ബോർഡ് എന്ന വെള്ളാന ഇതൊക്കെ പരിശോധിക്കേണ്ടത് 5 വർഷം കഴിയുന്നു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള ഈ കണ്ടെയ്നർ ഇങ്ങനെ നമ്മുടെ മുമ്പിലൂടെ മുംബൈയിൽ പോയിട്ട് ദിവസം വൈകിക്കുന്ന ഒരു കഥയാണ് ഹരീഷിന്റെ ഈ ട്രക്കത്തോണിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.